എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് കളർ പേപ്പേഴ്സാണ് വേണ്ടത്. അപ്പോൾ 7 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറുള്ള 7 പീസ് കളർ പേപ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ ആ സ്ക്വയറിനെ മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു ട്രയാങ്കിളായിട്ട് മടക്കുന്നുണ്ട്. മൂന്ന് ട്രയാങ്കിൾ വരുന്ന പോലെ ഇത് മടക്കിയതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു കർവ് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ഇതൊന്ന് തുറന്നെടുക്കുമ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. എല്ലാ സ്ക്വയേഴ്സും ഇതേപോലെ ഫ്ലവർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 8 പെറ്റൽസ് വീതമുള്ള 7 ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. ഇനി നമ്മളൊരു സ്കെച്ച് പെൻ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഫ്ലവറിനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് പെറ്റൽസ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഒരു പെറ്റൽ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി ഒരു കളർ ചെയ്യാത്ത പെറ്റലില്ലേ, അതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ തൊട്ടടുത്തുള്ള പെറ്റലിൻ്റെ താഴേക്കൊന്ന് വെച്ചിട്ട് ഇതുപോലെ മടക്കി ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഫ്ലവർ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതുപോലെയും കൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഫ്ലവേഴ്സും ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഇനി ഒരുമിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫ്ലവർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഈ ഫസ്റ്റും തേർഡും പെറ്റൽ, അതായത് ഞാനിപ്പോൾ പെൻസിലിനെ കൊണ്ട് മാർക്ക് ചെയ്തില്ലേ, അവിടെ 2 ഡോട്ട്സ് നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 ഫ്ലവേഴ്സ് എടുത്തിട്ട് ആ 2 ഗ്ലൂ ചെയ്ത ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ പെൻസിലിനെ കൊണ്ട് മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് നോക്കിയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് 2ആയിട്ട് മടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഒട്ടിച്ചു വെച്ച ഫ്ലവേഴ്സ് ഈ ഒരു പേപ്പറിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും മിഡിലുള്ള ഒരു പെറ്റലിന് മാത്രമാണ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു പേപ്പറിലേക്ക് ഒട്ടിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബാക്കിലും ഒരേ ഒരു പെറ്റലിന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓണം സ്പെഷ്യലായിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മളൊരു മാവേലീനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ന്യൂസ് പേപ്പറിലൊക്കെ ഇഷ്ടംപോലെ മാവേലീനെ കിട്ടാനില്ലേ, അപ്പോൾ അതിൽ നിന്ന് ഒരു മാവേലീനെ കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്രണ്ടിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് ശരിയായിട്ടില്ലെങ്കിൽ വൈറ്റ് പേപ്പറൊക്കെ അവിടെ ഇവിടെ കാണില്ലേ, ആ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ചിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കളർ പേപ്പേഴ്സിൽ നിന്ന് കുറച്ച് ഫ്ലവർ ഷേപ്സാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ഇതുപോലെ മാവേലിയുടെ കാലിൻ്റെ താഴെയായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പേപ്പറിൽ ഹാപ്പി ഓണം എഴുതിയിട്ട് അതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമ്മളുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 3D ഫ്ലവർ പോപ്പപ്പ് കാർഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാർഡ് തുറക്കുമ്പോൾ ഇതുപോലെ പൂക്കൾ വിരിഞ്ഞ് വരുന്നത് കാണാൻ പറ്റും. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.